മറ്റു വാർത്തകളിലേക്കാണ്. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് കക്ഷി ചേരാനുള്ള അതിജീവിതയുടെ അപേക്ഷയും സിംഗിൾ ബെഞ്ച് പരിഗണിക്കും. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കും. കൂടുതൽ വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, ഇന്നാണ് രാഹുൽ മാങ്കുടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. എന്നാൽ ഈ ഒരു ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള ബലാത്സംഗ പരാതിയിൽ ഇന്ന് വളരെ നിർണായകമാണ്. ഹൈക്കോടതി ഇന്ന് ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ കേസിൽ കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് മുൻകൂർ ജാമ്യം തേടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ പരാതിക്കാരുടെ എല്ലാ വാദങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചത്. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞു. കൂടാതെ ജാമ്യ ഹർജിയിൽ തീരുമാനം ഉണ്ടാകുന്നതുവരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നീട്ടുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്ന് ഈ ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കുന്നത്. യുവതിയെ ബലാത്സംഗം ചെയ്ത് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിച്ചെന്ന കേസിലാണ് രാഹുൽ മാങ്കുടത്തിൽ മുൻകൂർ MLAക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് നടന്നതെന്നും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയെന്നത് കെട്ടിച്ചമച്ച കഥയെന്നുമാണ് രാഹുൽ മാങ്കുടത്തിലിന്റെ വാദം. ജാമ്യ ഹർജിയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കും. അതോടൊപ്പം തന്നെ ഈ ഗർഭഛിദ്രത്തിനായി രാഹുൽ മാങ്കുടത്തിൽ എത്തിച്ച മരുന്ന് കഴിച്ച യുവതി അതീവ ഗുരുതരാവസ്ഥയിലായെന്നും രാഹുലിന് ജാമ്യം അനുവദിക്കരുതെന്നുമാണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. അതോടൊപ്പം തന്നെ ഈ കേസിൽ കക്ഷി ചേരാനായി അതിജീവിതയും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. കേസിൽ പരാതിക്കാരിയെ തനിക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുകയാണെന്നും ഈ ഹർജിയിൽ പറയുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. നേരത്തെ ആദ്യത്തെ ബലാത്സംഗ പരാതിയിലാണ് ഈ ബലാത്സംഗ പരാതി നൽകിയ ജാമ്യ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. നേരത്തെ കീഴ്ക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ചിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചത്. തുടർന്ന് താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ. എന്തായാലും ഈ ജാമ്യ ഹർജിയിൽ അന്തിമ തീരുമാനം ഉണ്ടാവുന്നവരെ അറസ്റ്റിനുള്ള വിലക്ക് തുടരുമെന്നാണ് കോടതി അറിയിച്ചിരുന്നത്. തുടർന്നാണ് ഇന്ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ജാമ്യ ഹർജിയിൽ വളരെ നിർണായകമായ ഒരു ദിനമാണ് ഇന്ന്. വ്യക്തമാണ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നാണ് ഹൈക്കോടതി പരിഗണിക്കുക. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് കക്ഷി ചേരാനുള്ള അതിജീവിതയുടെ അപേക്ഷയും സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷനും എതിർക്കും. കൂടുതൽ വിവരങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണനാണ്.